കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം തലാഖ് ഉൾ ഹസൻ പ്രകാരമോ അല്ലെങ്കിൽ ഖുല പ്രകാരമോ മുബാറക്ക് പ്രകാരമോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഗുലാനാമ അല്ലെങ്കിൽ തലാഖ് നാമ എന്ന് പറയുന്നത് നമുക്ക് മഹല്ല് കമ്മിറ്റിയിൽ നമുക്ക് കിട്ടും. ഇത് കിട്ടിയതിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 7D പ്രകാരം ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലി കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ നിന്ന് നമ്മൾ ഡിക്ലറേഷൻ പിടിക്കണം. അപ്പോൾ നമുക്ക് ഫാമിലി കോർട്ട് ആക്ട് 7 സബ്സെക്ഷൻ ഡിയിൽ പറയുന്ന പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ടു എൻഡോഴ്സ് ആൻ എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അണ്ടർ മുസ്ലിം പേഴ്സണൽ ലോ ആൻഡ് ടു ഡിക്ലെയർ ദ മെരിറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് ടു ദി മാരേജ്. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെക്യുലർ നിയമപ്രകാരം സെക്ഷൻ 7D പ്രകാരം കോടതിയിൽ പോയിട്ട് ഡിക്ലറേഷൻ മേടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അതിന് എത്ര സമയമെടുക്കും എന്നുള്ളതുമാണ് നമുക്കിനി നോക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മളിൽ പറയുന്നത് 7 സ്റ്റെപ്പുകളാണ് നമ്മുടെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ്: ദ ഡിവിഷൻ ബെഞ്ച് ഓഫ് മുഹമ്മദ് Mustaq and Kausar Edapangat issued detailed guidelines for family court for speedy disposal of petition seeking the judicial endorsement of extrajudicial divorce. മനസ്സിലായില്ല? അവരാണ് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞ അടുത്ത പോയിന്റ് എങ്ങനെയാണ്? ദ ഫാമിലി കോർട്ട് ഹാസ് ടു സിംപ്ലി അസർട്ടൈൻ വെദർ എ വാലിഡ് പ്രൊനൗൺസ്മെന്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് തലാഖ് ഓർ ഗുല ഓർ മുബാറത്ത് വാസ് മെയ്ഡ് ആൻഡ് ഇറ്റ് വാസ് പ്രിസീഡഡ് ബൈ എഫക്റ്റീവ് അറ്റംപ്റ്റ് ഓഫ് കോൺസൈലേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? തലാഖ് അല്ലെങ്കിൽ ഗുല അല്ലെങ്കിൽ മുബാറത്ത് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, കൂടാതെ നമ്മളൊരു അനുരഞ്ജന ചർച്ചയ്ക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് കോടതി ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് പറയുന്ന അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: ദ യൂണിലാറ്ററൽ എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അണ്ടർ മുസ്ലിം പേഴ്സണൽ ലോ ഈസ് കംപ്ലീറ്റ് വെൻ ഈദർ ഓഫ് ദ സ്പോസ് പ്രൊനൗൺസ് ഓർ ഡിക്ലെയർ talaq is tawfiz or khula as the case may be in accordance with the Muslim personal law. So also extrajudicial divorce by mubarat made is complete as and when both spouses enter into the mutual agreement എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് പറയുന്ന അടുത്ത പോയിന്റ് എങ്ങനെയാണ്: ദ സീൽ ഓഫ് ദ കോർട്ട് ഈസ് നോട്ട് നെസസറി ടു ദി വാലിഡിറ്റി ഓഫ് എനി ഓഫ് ദീസ് മോഡ്സ് ഓഫ് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ്. അപ്പോൾ ഇത് പ്രകാരമുള്ളൊരു ഡിവോഴ്സ് എടുക്കുവാനായിട്ട് കോടതിയുടെ സീല് പോലും ആവശ്യമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു ഗുലാനാമയോ അല്ലെങ്കിൽ തലാഖ് നാമയോ കിട്ടിയതിന് ശേഷം സെക്ഷൻ 7D പ്രകാരം കേസ് കൊടുക്കണം. എന്നിട്ട് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: ഓൺ റിസിപ്റ്റ് ഓഫ് ദ പെറ്റീഷൻ ദ ഫാമിലി കോർട്ട് ഷാൾ ഇഷ്യൂ നോട്ടീസ് ടു ദി റെസ്പോണ്ടൻറ്റ്. അങ്ങനെ ഒരു പെറ്റീഷൻ കിട്ടിയതിന് ശേഷം റെസ്പോണ്ടൻറ്റിന് ഫാമിലി കോടതി എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ക്ലിയർ ആയിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ്: ആഫ്റ്റർ സർവീസ് ഓഫ് സമൻസ് ഓർ അപ്പിയറൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ദ ഫാമിലി കോർട്ട് ഷാൾ ഫോർമലി റെക്കോർഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോത്ത് പാർട്ടീസ്. അങ്ങനെ സമൻസ് അയച്ചതിന് ശേഷം റെസ്പോണ്ടൻറ്റും പെറ്റീഷണറും കോടതിയിൽ എത്തിയതിന് ശേഷം രണ്ടാളുടെയും പ്രധാനപ്പെട്ട മൊഴി കോടതി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ റെക്കോർഡ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്: ദ പാർട്ടീസ് ഷാൾ ഓൾസോ ബി ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് തലാഖ് നാമ, ഗുലാനാമ, മുബാറത്ത് അഗ്രിമെൻറ്റ്. മൂന്നാമത്തെ പോയിന്റായിട്ട് എന്താ പറയുന്നത്? തലാഖ് നാമ അല്ലെങ്കിൽ ഗുലാനാമ, മുബാറത്ത് അഗ്രിമെൻറ്റ് കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറയും. നാലാമത്തെ പോയിന്റ് നോക്കുക: ഓൺ പ്രൈമ ഫേഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദർ വാസ് എ വാലിഡ് പ്രൊനൗൺസ്മെന്റ് ഓഫ് തലാഖ് ഗുല, talaq is tawfiz or valid execution of mubarat agreement, the family court shall proceed to pass order endorsing the extrajudicial divorce and declaring the status of the parties without any further enquiry. അപ്പോൾ ഈ പറയുന്ന തലാഖിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഫർദറായിട്ടുള്ള ഒരു അന്വേഷണത്തിന് മുതരാതെ കോടതി എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കും എന്നാണ് പറയണത്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്: ദ എൻക്വയറി ടു ബി കണ്ടക്റ്റഡ് ബൈ ദി ഫാമിലി കോർട്ട് ഷാൾ ബി സമ്മറി ഇൻ നേച്ചർ ട്രീറ്റിംഗ് ഇറ്റ് ആസ് ആൻ അൺകോണ്ടസ്റ്റഡ് മാറ്റർ. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുള്ളൂ, അല്ലാതെ നിങ്ങൾ പാർട്ടീസ് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണത്തിന് കോടതി മുതിരില്ല. ദെൻ സിക്സ്ത് പോയിന്റ് നോക്കുക: ദ ഫാമിലി കോർട്ട് ഷാൾ ഡിസ്പോസ് ഓഫ് ദ പെറ്റീഷൻ വിത്തിൻ 1 month ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ്
ദ പീരിയഡ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ഫോർ വാലിഡ് റീസൺസ്. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഏകദേശം 1 മാസം വരെയാണ് മാക്സിമം എടുക്കുകയുള്ളൂ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ 7ാമത്തെ പോയിന്റ് നോക്കുക. ഇഫ് എനി ഓഫ് ദ പാർട്ടീസ് ഈസ് അൺഎബിൾ ടു അപ്പിയർ അറ്റ് ദി കോർട്ട് പേഴ്സണലി, ഫാമിലി കോർട്ട് ഷാൽ കണ്ടക്ട് എൻക്വയറി യൂസിങ് വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും തലാക്കോ അല്ലെങ്കിൽ ഗുലയോ മുബാറത്തോ കിട്ടിയതിന് ശേഷം കോടതിയിൽ നേരിട്ട് ഹാജരാകാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയുടെ ചോദ്യം ചെയ്യുകയോ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കോൺഫറൻസ് ഫെസിലിറ്റി വഴി ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റും മുഴുവനും റെക്കോർഡ് ചെയ്യുന്നത് അസ്ബി കായൻ വേഴ്സസ് ഹാഷിം MV 2021 സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു കേസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കോടതി റെക്കോർഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കോടതിയിൽ നിന്നും സെക്ഷൻ 70 പ്രകാരം ഡിക്ലറേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പഞ്ചായത്തിൽ പോകുന്നു. പഞ്ചായത്തിൽ പോയിട്ട് 2008 മാരേജ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യേനെ നമ്മുടെ സ്പോസസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫാമിലി കോടതിയുടെ ഈ പറയുന്ന ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അത്യാവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഗലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം.